ഡോക്കിൻസിനൊപ്പം ലണ്ടൻ എന്ന മഹാനഗരത്തിലേക്ക് ഒലിവർ എത്തിയ അതേ വഴികളിലൂടെ തന്നെയാണ് ആ കുതിരവണ്ടി പാഞ്ഞുപോയത്. ഏറെ നേരത്തെ ഓട്ടത്തിന് ശേഷം ആ വണ്ടി മറ്റൊരു വഴിയിലേക്ക് പ്രവേശിച്ചു. അവിടെ നിന്നും പെൻറ്റോൺ വില്ല എന്ന മനോഹരമായ തെരുവും പിന്നിട്ട് ആരുടെയും ശ്രദ്ധ കവരുവാൻ മാത്രം പ്രൗഢഗംഭീരമായിരുന്ന ഒരു കൊച്ചു ബംഗ്ലാവിന് മുന്നിൽ വണ്ടി നിന്നു. ആ കൊച്ചു ബംഗ്ലാവിനുള്ളിൽ അവനു വേണ്ടി ഒരു മുറി ഇതിനോടകം സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. സമയമൊട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ മിസ്റ്റർ ബ്രൗൺലോവ് അവനെ താങ്ങിയെടുത്ത് കിടക്കയിലേക്ക് എത്തിച്ചു. അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ ഭവനത്തിലേക്കാണ് അവൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ കുഞ്ഞൊലിവർക്ക് അവൻ എത്തിച്ചേർന്ന ഭവനത്തെക്കുറിച്ചോ അവൻ്റെ പുതിയ രക്ഷകരെക്കുറിച്ചോ യാതൊന്നും അറിയാനുള്ള ബോധം അപ്പോഴും ഉണ്ടായിരുന്നില്ല. കോടതിയിൽ വെച്ച് അബോധാവസ്ഥയിലേക്ക് വഴുതി വീണ ഒലിവർ ഇപ്പോഴും അതേ കിടപ്പ് തന്നെ. അങ്ങനെ നിരവധി ദിവസങ്ങൾ കടന്നുപോയി. സൂര്യൻ നിരവധി തവണ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തു. എന്നിട്ടും ഒലിവറിൽ മാത്രം യാതൊരു മാറ്റവും സംഭവിച്ചില്ല. ഇപ്പോഴും അവൻ മലർന്ന് ഒരേ കിടപ്പ് തന്നെ. ദുർബലനും നിവർന്നിരിക്കാനുള്ള കെൽപ്പ് പോലുമില്ലാത്തവനും ആയിരുന്നിട്ടും നിരവധി ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം അവൻ കണ്ണു തുറന്നു. അസുഖകരമായ ഒരു ദീർഘസ്വപ്നത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ പ്രതീതിയാണ് അവനപ്പോൾ അനുഭവപ്പെട്ടത്. അവനാകെ അമ്പരപ്പിലായി. ഏതോ ഒരു വിസ്മയലോകത്താണ് താൻ എത്തപ്പെട്ടതെന്ന് അവന് തോന്നിത്തുടങ്ങി. അമ്പരപ്പോടെ അവൻ ആ മുറിയുടെ 4 മൂലകളിലേക്കും കണ്ണോടിച്ചു. താൻ അപ്പോഴും സ്വപ്നത്തിൽ തന്നെയാണെന്നാണ് അവൻ ചിന്തിച്ചത്. ഏറെ മനോഹരമായതും നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഒരു മുറിയിലാണ് താൻ കിടക്കുന്നതെന്ന് അവന് ബോധ്യമായി. ഇതെന്ത് തരം മുറിയാണ്? ഞാൻ എവിടെയാണിപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത്? ഞാൻ വീണുപോയപ്പോൾ ഇവിടെ ആയിരുന്നില്ലല്ലോ. വളരെ ദുർബലമായ ശബ്ദത്തിലാണ് അവൻ അത്രയും ഉരുവിട്ടത്. അവൻ്റെ ദുർബല ശബ്ദം കേട്ടുകൊണ്ട് അവൻ്റെ കിടക്കയ്ക്കും അപ്പുറത്തുള്ള കർട്ടൻ മറവിൽ ഒരു ചാരുകസേരയിൽ ഒരു തുണിയിൽ സൂചിയും നൂലും ഉപയോഗിച്ച് ചിത്രപ്പണിയിൽ മുഴുകിയിരുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു. പ്രസന്നമായ അവരുടെ മുഖം കണ്ടപ്പോൾ അത് തൻ്റെ അമ്മയാണെന്നാണ് കുഞ്ഞൊലിവർക്ക് തോന്നിയത്. ആ സ്ത്രീ വന്നയുടൻ വാത്സല്യപൂർവ്വം അവൻ്റെ തലമുടിയിൽ തലോടിയിട്ട് അവനോട് പറഞ്ഞു, കുഞ്ഞെ, നീ നന്നായി ക്ഷീണിതനാണ്. എഴുന്നേൽക്കാൻ പാടില്ല. നീ ഇപ്പോഴും ദുർബലനാണ്. അവർ അവൻ്റെ തല പിടിച്ച് തലയിണയിലേക്ക് കയറ്റിവെച്ചു. എന്നിട്ട് സ്നേഹപൂർവ്വം അവൻ്റെ കവിളിലും കഴുത്തിലും തലോടി. ഹോ, ദൈവം നമ്മളെ കാത്തു. ഇത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവർ തുടർന്നു, എൻ്റെ സ്ഥാനത്ത് നിൻ്റെ അമ്മയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ നിൻ്റെ കട്ടിലിനരികിൽ ഇരുന്നിരുന്നതെങ്കിൽ ഈ കാഴ്ച അവരെ എത്രമാത്രം സന്തോഷഭരിതയാക്കിയേനെയെന്നോ. ഒരുപക്ഷെ എൻ്റെ അമ്മ ഇതെല്ലാം അങ്ങ് സ്വർഗത്തിലിരുന്നു കൊണ്ട് കാണുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇപ്പോഴും എൻ്റെ അരികിൽ ഈ കട്ടിലിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇത് പറയുമ്പോൾ അവൻ വിതുമ്പുന്നുണ്ടായിരുന്നു. കുഞ്ഞെ, നിനക്ക് പനിയായിരുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാവാം. ആ സ്ത്രീ പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. കാരണം സ്വർഗം അങ്ങ് അകലെയാണല്ലോ. അവിടെ അവർ നല്ല സന്തോഷത്തിലായിരിക്കും. പക്ഷേ ഞാനിവിടെ രോഗിയായി കിടക്കുകയാണെന്ന കാര്യം അവർക്കറിയാമായിരിക്കും. അവർക്ക് എന്നെ ഓർത്തപ്പോൾ സങ്കടം തോന്നുമായിരിക്കും. എൻ്റെ അമ്മ മരിക്കാൻ നേരത്തും ഇങ്ങനെ തന്നെയായിരുന്നു. എന്നെക്കുറിച്ച് യാതൊന്നും ഓർത്തു വയ്ക്കാതെയാണ് എൻ്റെ അമ്മ മരിച്ചത്. അല്പസമയത്തെ മൗനത്തിന് ശേഷം ഒലിവർ തുടർന്നു, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ അമ്മ സങ്കടപ്പെടുന്നുണ്ടാകാം. എങ്കിലും എൻ്റെ സ്വപ്നത്തിൽ അമ്മ സന്തോഷത്തോടെ ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ആ വൃദ്ധ അവൻ്റെ വാക്കുകൾക്ക് യാതൊരു മറുപടിയും പറഞ്ഞില്ല. എന്നാൽ അവർ മുഖത്തു നിന്നും തൻ്റെ കണ്ണട എടുത്തു മാറ്റി കണ്ണുനീർ തുടച്ചു. തുടർന്ന് അവർ അവന് കുടിക്കാൻ തണുത്ത വെള്ളം നൽകിയിട്ട് അവൻ്റെ തലയിൽ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞേ, നീ സുഖമായി ഉറങ്ങിക്കോളൂ. ഇല്ലെങ്കിൽ നിൻ്റെ അസുഖം കൂടും. മറുത്തൊന്നും പറയാതെ എന്തെല്ലാമോ ആലോചിച്ചുകൊണ്ട് അവൻ അങ്ങനെ തന്നെ കിടന്നു. ക്രമേണ അവൻ അഗാധമായ ഉറക്കത്തിലേക്ക് ആണ്ടുപോയി. ഉറക്കം കഴിഞ്ഞവൻ കണ്ണുകൾ തുറക്കുമ്പോൾ ഒരു മെഴുകുതിരി വെളിച്ചം അവൻ്റെ മുഖത്തേക്ക് വീണ് കിടക്കുന്നതായി അനുഭവപ്പെട്ടു. സ്വർണ്ണ വാച്ച് കൈത്തണ്ടയിൽ കെട്ടിയ ഒരു മനുഷ്യൻ ആ മെഴുകുതിരി വെളിച്ചത്തിൽ തന്നെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെന്നും അവന് ബോധ്യമായി. ആ മനുഷ്യൻ അവൻ്റെ കൈത്തണ്ടയിൽ വിരൽ വെച്ച് നാഡിമിടിപ്പ് പരിശോധിച്ചതിന് ശേഷം അവനോട് ചോദിച്ചു, കുഞ്ഞേ, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സാർ, അവൻ മറുപടി പറഞ്ഞു. ആ മനുഷ്യൻ ഡോക്ടറാണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. എനിക്ക് തോന്നുന്നത് നിനക്ക് നല്ല വിശപ്പുണ്ടായിരിക്കുമെന്നാണ്. ആ മനുഷ്യൻ വീണ്ടും ഒലിവറോട് പറഞ്ഞു. ഇല്ല സാർ, എനിക്കൊട്ടും വിശക്കുന്നില്ല. കൊള്ളാം, നിനക്കൊട്ടും വിശക്കുന്നില്ലെന്നോ? മിസ്സിസ് ബെഡ്വിൻ, ഇവൻ പറഞ്ഞത് കേട്ടില്ലേ? ആ വൃദ്ധ വെറുതെ തലകുലുക്കി. ഡോക്ടർ വീണ്ടും അവനോട് ചോദിച്ചു, നിനക്ക് ഉറങ്ങണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല സാർ, അവൻ ഉറച്ച ശബ്ദത്തിൽ തന്നെ മറുപടി പറഞ്ഞു. ഉറക്കവും വരുന്നില്ലേ? ആട്ടെ, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും? ശരിയാണ് സാർ, എനിക്ക് ദാഹിക്കുന്നുണ്ട്. ഞാനത് ഊഹിച്ചതാണ്. നിനക്ക് നന്നായി ദാഹിക്കുന്നുണ്ടാവണം. തുടർന്ന് ഡോക്ടർ ആ വൃദ്ധയുടെ നേരെ തിരിഞ്ഞു. മാം,
ഇവന് ഇളം ചൂടോടെ കുറച്ച് ചായ കൊടുക്കൂ. ബട്ടർ പുരട്ടാതെ അല്പം ബ്രെഡും ആവാം. കൂടുതൽ ചൂടോ തണുപ്പോ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വൃദ്ധ എല്ലാം തലകുലുക്കി കേട്ടുനിന്നു. ഡോക്ടർ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോകുന്നതിൻ്റെ ശബ്ദം അവന് വ്യക്തമായി കേൾക്കാനാവുമായിരുന്നു. ആ കാൽപ്പെരുമാറ്റം ബോധ്യപ്പെടുത്തുന്നത് അദ്ദേഹം തികച്ചും ആരോഗ്യവാനായ ഒരു മനുഷ്യൻ തന്നെയാണെന്നാണ്. ഒലിവർ പിന്നെയും ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. ഏകദേശം രാത്രി 12 മണിയോടുകൂടിയാണ് അവൻ വീണ്ടും കണ്ണു തുറന്നത്. അതിനുശേഷം സ്നേഹമയിയായ ആ വൃദ്ധയ്ക്ക് പകരമായി അല്പം തടിച്ചു വീർത്ത മറ്റൊരു സ്ത്രീയാണ് അവനെ പരിചരിക്കാനായി എത്തിയത്. ആദ്യത്തെ വൃദ്ധ അവനെ ശുഭരാത്രി നേർന്ന ശേഷം കടന്നുപോയി. പുതുതായി എത്തിയ സ്ത്രീയുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. അത് അവർ തൊട്ടടുത്തുള്ള മേശയുടെ മേൽ വെച്ചു. ഉറക്കത്തിൽ അവൻ നിരവധി പ്രാവശ്യം കണ്ണു തുറന്ന് ചുറ്റിനും പകച്ചു നോക്കി. മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ അവിടെവിടെയായി പ്രത്യക്ഷപ്പെട്ട നിഴലുകൾ വീണ്ടും അവനെ മരണത്തിൻ്റെ ഓർമ്മകളിലേക്ക് എത്തിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ട് തലയിണയിലേക്ക് മുഖം അമർത്തിപ്പിടിച്ച് അവൻ കിടന്നു. തൻ്റെ ഭാവിയെക്കുറിച്ച് അവന് വലിയ ആശങ്കകളുണ്ടായിരുന്നു. തൻ്റെ ജീവിതം എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എങ്കിലും അവൻ നന്നായി ഉറങ്ങി. തുടർന്നുള്ള ഏതാനും ദിവസത്തെ നല്ല ഉറക്കവും നല്ല ഭക്ഷണവും അവൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടുന്നതിന് സഹായകമായി. ആരുടെയും സഹായമില്ലാതെ തന്നെ കിടക്കയിൽ എഴുന്നേറ്റിരിക്കാനും മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും അവന് കഴിയുമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ്റെ ആരോഗ്യം വീണ്ടും അഭിവൃദ്ധിപ്പെട്ടു. മിസ്സിസ് ബെഡ്വിൻ അവനെ ഗോവണിപ്പടിയിലൂടെ താഴേക്ക് പിടിച്ചിറക്കി അവരുടെ സ്വന്തം മുറിയിലേക്ക് കൊണ്ടുവരികയും അവിടെ പിടിച്ചിരുത്തുകയും ചെയ്തു. തുടർന്ന് അവർ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുഞ്ഞേ, നീ പേടിക്കേണ്ട, ഇതെൻ്റെ ഒരു സ്വഭാവമാണ്. ഇങ്ങനെ കുറച്ചു നേരം കരഞ്ഞു കഴിയുമ്പോഴേക്കും ഞാൻ ഓക്കെയാകും. അവർ കരച്ചിലിനിടയിലും ഒലിവറോട് ഇങ്ങനെ പറഞ്ഞു. മാം, നിങ്ങൾ എത്രമാത്രം ദയാലുവാണെന്ന് എനിക്കറിയാം. ഇല്ല, അതൊന്നും നീ അത്ര കാര്യമായിട്ട് എടുക്കേണ്ട. നിന്റെ ആരോഗ്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇന്ന് മിസ്റ്റർ ബ്രൗൺലോ നിന്നെ കാണാനായി എത്തും. അപ്പോൾ നീ ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരിക്കണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സമയത്ത് ഒലിവറിൻ്റെ കണ്ണുകൾ അവൻ ഇരുന്നതിൻ്റെ എതിർവശത്തുള്ള ഭിത്തിയിൽ തൂക്കിയിരുന്ന ഒരു സ്ത്രീയുടെ ചിത്രത്തിൽ കുറേ നേരം മുടക്കി നിന്നു. ഇത് കാണാനിടയായ അവർ അവനോട് ചോദിച്ചു, കുഞ്ഞെ, നിനക്ക് ചിത്രങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല മാം. എന്നാൽ ഈ ചിത്രം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ആ ചിത്രം ആരുടേതാണെന്ന് ഞാൻ ഓർത്തെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഹോ, എന്ത് ഭംഗിയാണ് അവർക്ക്. എൻ്റെ കുഞ്ഞെ, ഈ ചിത്രകാരന്മാർ അങ്ങനെയാണ്. സ്ത്രീകളെ വരയ്ക്കുമ്പോൾ അവർ അവർക്ക് അവകാശപ്പെട്ടതിനേക്കാൾ കൂടുതൽ മിഴിവും സൗന്ദര്യവും വരച്ചു ചേർക്കും. അത് അവരുടെ ഒരു അവകാശമായിട്ടാണ് ചിന്തിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് സ്വതസിദ്ധമായ ശൈലിയിൽ അവർ ചിരിക്കാൻ തുടങ്ങി. അവൻ ആ ചിത്രത്തിൽ നിന്നും കണ്ണുകൾ എടുക്കാതെ തന്നെ ചോദിച്ചു, മാം, ഇത് ആരുടെ ചിത്രമാണ്? എനിക്കറിയില്ല കുട്ടി. എനിക്കോ നിനക്കോ അറിയാവുന്ന ആരുടെയെങ്കിലുമാണ് ഈ ചിത്രമെന്ന് തോന്നുന്നില്ല. എൻ്റെ കുഞ്ഞെ, അതൊരു മനോഹരമായ ചിത്രം, അത്ര തന്നെ. അവർ വീണ്ടും ചിരിക്കുകയാണ്. എന്നാലും അവർ എത്ര സുന്ദരിയാണ്, അവൻ പതുക്കെ പറഞ്ഞു. നിനക്ക് ആ ചിത്രം അത്രമാത്രം ഇഷ്ടമായോ? ഒലിവർ വീണ്ടും ആ ചിത്രത്തിലേക്ക് സൂക്ഷ്മതയോടെ നോക്കുന്നത് കണ്ടപ്പോൾ ആ വൃദ്ധ അവനോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാൽ ആ ചിത്രത്തിലെ സ്ത്രീയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പുറത്തേക്ക് ഒഴുകുന്നതായും അവർ വിതുമ്പുന്നതായും എനിക്ക് അനുഭവപ്പെടുന്നു. എന്നോട് എന്തോ പറയാനായി ആ സ്ത്രീയുടെ ചുണ്ടുകൾ ശ്രമിക്കുന്നതായും തോന്നുന്നു. എൻ്റെ കുഞ്ഞെ, ദൈവം നമ്മെ രക്ഷിക്കട്ടെ. നിന്റെ അസുഖം പൂർണ്ണമായും മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിനക്ക് തോന്നുന്നത്. ഇല്ല, നീ ഇനിയും ആ പടത്തിലേക്ക് നോക്കേണ്ട. നിന്റെ കസേര ഞാൻ ഈ വശത്തേക്ക് മാറ്റിയിടാം. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ആ വൃദ്ധ അവൻ ഇരുന്നിരുന്ന കസേര, ആ ചിത്രം അവൻ കാണാത്ത വിധം എതിർവശത്തേക്ക് മാറ്റിയിട്ടു. ഒലിവർ ആ സ്ത്രീയെ നോക്കി ഒന്ന് മന്ദഹസിച്ചു. അവൻ നേരിട്ട് ആ ചിത്രം ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവൻ്റെ മനക്കണ്ണിൽ ആ ചിത്രം അപ്പോഴും ഉണ്ടായിരുന്നു. അവരെ അലോസരപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല. അവർ നൽകിയ ബ്രെഡും ജാമും പതുക്കെ കഴിക്കുമ്പോഴും അവൻ്റെ മനസ്സ് ആ ചിത്രത്തിൽ തന്നെയായിരുന്നു. അവൻ ഭക്ഷണം കഴിച്ചു തീരാറായ സമയത്ത് തന്നെ വാതിക്കൽ മുട്ടുന്ന ശബ്ദം കേട്ടു. ദയവായി കടന്നു വരൂ, വൃദ്ധ വിളിച്ചു പറഞ്ഞു. കതക് തുറന്ന് മിസ്റ്റർ ബ്രൗൺലോ അകത്തേക്ക് വന്നു. വൃദ്ധനായ ആ നല്ല മനുഷ്യൻ അകത്തേക്ക് പ്രവേശിച്ച് തൻ്റെ കണ്ണട നെറ്റിയിലേക്ക് ഉയർത്തി വെച്ചിട്ട് ഒലിവറെ സാഗൂതം നോക്കി നിന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നതായി ഒലിവർക്ക് തോന്നി. അയാളോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കാനായി കസേരയിൽ നിന്നും എഴുന്നേൽക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. പാവം കുട്ടി, നീ അവിടെ ഇരിക്കൂ. മിസ്സിസ് ബെഡ്വിൻ, ഇന്നെനിക്ക് പനിയായി പോകുമോ എന്ന് പോലും ഞാൻ സംശയിച്ചു. ഇല്ല സാർ, താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ല, വൃദ്ധ പ്രതികരിച്ചു. കുഞ്ഞെ, നിനക്ക് എങ്ങനെയുണ്ട്? എല്ലാം സുഖമായി വരുന്നുണ്ടല്ലോ അല്ലേ? അദ്ദേഹം ഒലിവറോട് ചോദിച്ചു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു സാർ. അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു സാർ, ഒലിവർ ഭവ്യതയുടെ മറുപടി പറഞ്ഞു. നിനക്ക് കൂടുതലായി എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും വിശിഷ്ടമായ ഭക്ഷണമോ മറ്റോ? മിസ്സിസ് ബെഡ്വിൻ, ഇവൻ എന്തെല്ലാമാണ് ഇന്ന് കഴിക്കാനായി കൊടുത്തത്? സാർ, അവൻ സൂപ്പും ബ്രെഡും ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ട്.
ടോം വൈറ്റ്, നീ? അദ്ദേഹം ഒലിവറിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് സംസാരിച്ചത്. ഒലിവർ പെട്ടെന്ന് ഇടപെട്ടു. സർ, എൻ്റെ പേര് ഒലിവർ ട്വിസ്റ്റ് എന്നാണ്. അപ്പോൾ ഒലിവർ വൈറ്റ് എന്നാണോ? അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. അല്ല സർ, ഒലിവർ ട്വിസ്റ്റ് എന്നാണ്. നല്ല പേര്. എന്നാൽ ആ മജിസ്ട്രേറ്റ് നിന്നെ വിളിച്ചത് വൈറ്റ് എന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സർ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അവൻ പതുക്കെ ചിരിച്ചു. ഈ സമയത്തും ആ മനുഷ്യൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. എവിടെയോ കണ്ടുമറന്ന ഒരു രൂപം പോലെ തന്നെയാണ് അവൻ്റെ മുഖം അയാൾക്ക് അനുഭവപ്പെടുന്നത്. തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരുടെയോ മുഖവുമായി നല്ല സാമ്യം തോന്നുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. സർ, അങ്ങ് എന്നോട് കോപിക്കുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒലിവർ ട്വിസ്റ്റ് തൻ്റെ തല തിരിച്ചു പിടിച്ച് ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ആ ചിത്രത്തിലേക്ക് വീണ്ടും നോക്കി. ഇല്ല, ഒരിക്കലും ഞാൻ നിന്നോട് കോപിക്കുകയില്ല എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ അവൻ്റെ കണ്ണുകളെ പിന്തുടർന്നു. ഈ സമയത്ത് മിസ്സിസ് ബെഡ്വിൻ അവൻ ആ പെയിൻറ്റിങ്ങിനോട് തോന്നുന്ന താല്പര്യത്തെക്കുറിച്ച് വൃദ്ധനോട് സൂചിപ്പിച്ചു. അദ്ദേഹം ആ പെയിൻറ്റിങ്ങിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കാൻ തുടങ്ങി. അയാൾക്കാകെ അമ്പരപ്പായി. ആ ചിത്രത്തിനും ഒലിവറിൻ്റെ മുഖത്തിനും തമ്മിൽ നല്ല സാദൃശ്യം തോന്നുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. കണ്ണുകൾ, ചുണ്ട്, പുരികങ്ങൾ, അങ്ങനെ ആ ചിത്രത്തിലെ ഓരോ അവയവങ്ങൾക്കും ഒലിവറുമായി നല്ല സാദൃശ്യമുണ്ട്. കോടതി മുറിയിൽ വെച്ച് അവനെ ആദ്യമായി കണ്ടപ്പോഴും ഇതേ വികാരങ്ങൾ തന്നെയാണല്ലോ തന്നിൽ അനുഭവപ്പെട്ടതെന്ന് അയാൾ ഓർത്തു. ആ മനുഷ്യൻ വീണ്ടും തൻ്റെ പോയ കാലത്തേക്ക് മനസ്സിനെ പായിക്കാൻ തുടങ്ങി. എവിടെയെങ്കിലും അവനെ തിരിച്ചറിയാൻ കഴിയുന്ന എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്ന് അയാൾ പലവരും ശ്രമിച്ചു നോക്കി. പക്ഷേ അയാൾക്ക് ആശിക്കാനായി ഒന്നും ലഭിച്ചില്ല. ആ സമയം മുതൽ വീണ്ടും ആ വൃദ്ധൻ അവനിലേക്ക് എത്താനാകുന്ന എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്ന ചിന്തയിൽ കഴിയാൻ തുടങ്ങി. ഏതായാലും നമുക്ക് തൽക്കാലം ആ വൃദ്ധനെയും അയാളുടെ ചിന്തകളെയും അവിടെ തന്നെ ഉപേക്ഷിക്കാം. ഒലിവർ ട്വിസ്റ്റിൻ്റെ തിരോധാനത്തിന് ശേഷം മിസ്റ്റർ ഫാഗിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഒലിവർ ട്വിസ്റ്റിന് മുന്നിലായി പാഞ്ഞുപോയ ഡോക്കിൻസും ചാർലിയും അടുത്ത് കണ്ട ഒരു കമാനത്തിനുള്ളിലേക്ക് കടന്നിരുന്നു. ഒലിവർ പാഞ്ഞു പോകുന്നതും അവന് പിന്നിലായി കള്ളൻ എന്ന് അലറി വിളിച്ചുകൊണ്ട് ഒരു സംഘം മനുഷ്യർ പായുന്നതും അവർ കണ്ടു. ആ ആൾക്കൂട്ടം തങ്ങളുടെ മുന്നിലൂടെ പാഞ്ഞുപോയി കഴിഞ്ഞപ്പോൾ ചാർലി ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഡോക്കിൻസും അവൻ്റെ ചിരിയിൽ പങ്കുകൊണ്ടു. ഒലിവർ ട്വിസ്റ്റിൻ്റെ വിധിയോർത്താണ് അവർ പൊട്ടിച്ചിരിച്ചത്. ചിരിച്ചുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും ഫാഗിൻ്റെ കെട്ടിടത്തിലേക്ക് എത്തിയത്. അവർ എത്തുന്ന സമയത്ത് ജൂതൻ തീ കായുകയായിരുന്നു. സ്റ്റെയറുകൾ കയറി വരുന്നതിൻ്റെ കാൽപ്പെരുമാറ്റം കേട്ടയുടൻ തന്നെ ജൂതൻ മേശപ്പുറത്തിരുന്ന കത്തി വലതുകൈയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് വാതിലിൻ്റെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് ഡോക്കിൻസിനെയും ചാർലിയെയും കണ്ടപ്പോൾ അയാൾ പതുക്കെ കതവ് തുറന്നു. അവർ രണ്ടുപേരും മാത്രമേ തിരിച്ചെത്തിയുള്ളൂവെന്ന് മനസ്സിലാക്കിയ വൃദ്ധൻ മൂന്നാമനെ തിരയുന്ന ഭാവത്തിൽ ചുറ്റിനും കണ്ണോടിച്ചതിന് ശേഷം സംശയത്തോടെ ഡോക്കിൻസിനെയും ചാർലിയെയും മാറി മാറി നോക്കാൻ തുടങ്ങി. ജൂതൻ്റെ വലതു കൈയിലിരുന്ന കത്തി കുത്താൻ പാകത്തിൽ അയാൾ മുറുകെ പിടിച്ചിരിക്കുന്നത് ചാർലിയും ഡോക്കിൻസും കാണുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. എവിടെ മൂന്നാമൻ? അയാൾ അലറി വിളിച്ചുകൊണ്ട് ചോദിച്ച ആ നിമിഷം തന്നെ വാതിലുകൾ ശക്തിയായി അടയ്ക്കുകയും ചെയ്തു.